Good evening. Welcome to Lifology.com live series. In the today also we are with a very interesting topic, a very interesting career, one of the most respected career which we generally call as human resource management, HR management in the Parina. Human resource management, Manava Vibhavasheshi, അതിന്റെ മാനേജ്മെന്റ് ഹ്യൂമൻ റിസോഴ്സിന്റെ മാനേജ്മെന്റിനെ അതിൻ്റെ ഉള്ള കരിയർ എന്തൊക്കെയാണ്, അതിനുള്ള ജോബ് പോസിബിലിറ്റി എന്തൊക്കെയാണ് തുടങ്ങിയവയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, ഒത്തിരി റെസ്പെക്ട് കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. HR ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ പണ്ട് കുറെ കാലം മുമ്പ് ഞാൻ ഒരു കോഴ്സ് എടുത്തിരുന്നു HR മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. ഈ കോഴ്സിനകത്ത് ഞങ്ങളുടെ ടീച്ചർ ഒന്നാം ദിവസം തന്നെ പറഞ്ഞിരിക്കുന്നത് HR മാനേജ്മെന്റ് ഇസ് നത്തിങ് ബട്ട് ഹൈ റിസ്ക് വിത്ത് ഹൈ റെസ്പോൺസിബിലിറ്റി മാനേജ്മെന്റ് എന്നാണ്. നമുക്കറിയാം, ഇന്ന് ഏറ്റവും അധികം ബുദ്ധിമുട്ട് ഹാൻഡിൽ ചെയ്യാൻ വ്യക്തികളെയാണ്. ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുക, അവരുടെ പൊട്ടൻഷ്യൽസ് മനസ്സിലാക്കുക, അവരെ നമുക്ക് വേണ്ടുന്ന രീതിയിൽ ജോലികൾ ചെയ്യിച്ചെടുക്കുക തുടങ്ങി ഒരുപാട് വലിയൊരു ചാലഞ്ച് അനുഭവിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിലൂടെയാണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കാൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതും ഒരുപാട് ബഹുമാനം അർഹിക്കുന്നതിന്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് തന്നെ ഹ്യൂമൻ റിസോഴ്സ് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ടാണ്. ഹൈ റിസ്ക് വിത്ത് ഹൈ റെസ്പോൺസിബിലിറ്റി. റിസ്ക്കും ഉണ്ട്, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റിയും ഉണ്ട് ഈ ഡിപ്പാർട്ട്മെന്റിൽ അതിനെ കൈകാര്യം ചെയ്യുന്നതിൽ. അതുകൊണ്ട് തന്നെ ഈ ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകാൻ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന ജോലി തിരഞ്ഞെടുക്കാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. ജനറലി ഞാൻ പല കുട്ടികളോട് ചോദിക്കുമ്പോൾ, പല ക്ലാസ്സുകളിൽ പോകുമ്പോൾ, സെഷനുകളിൽ MBA കോളേജുകളിലൊക്കെ സെഷൻ എടുക്കാൻ പോകുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ MBA കഴിഞ്ഞിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? അവർ പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് HR ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യണം, HR ആണ് എന്റെ സ്പെഷ്യലൈസേഷൻ. ഏകദേശം ഒരു 60% കുട്ടികൾ പറയുന്നത്, ഞാൻ ഇതുവരെ കേട്ടിരിക്കുന്ന എന്റെ അനാലിസിസിൽ, ഇവർക്ക് HR മാനേജർ ആകണം അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. ഞാൻ ഫർദർ ചോദ്യങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ HR ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യണം എന്ന് പറയുന്നത്? അപ്പോൾ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് നടക്കണ്ടല്ലോ, സെയിൽസ് പോലെ ജോലിക്ക് പോകണ്ടല്ലോ, ഒരു ക്യാമ്പസിനുള്ളിൽ നിന്ന് വർക്ക് ചെയ്യേണ്ട പരിപാടിയല്ലേ, റിസ്ക് കുറഞ്ഞ പരിപാടിയല്ലേ. എന്നാൽ ഇതെല്ലാം പഴയ കാലത്തായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് HR ഡിപ്പാർട്ട്മെന്റ് അല്ല പഴയ കാലത്ത് ഉണ്ടായിരുന്നത്. പഴയ കാലത്തെ രീതികളോ മറ്റു കാര്യങ്ങളോ അല്ല ഇന്ന് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഒരുപാട് വ്യത്യസ്തമായ സംഗതിയാണ്. ഇന്നത്തെ റിസ്ക് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലുമാണ്. കാരണം പണ്ട് ആൾക്കാരെ മാത്രം കേവലം മാനേജ് ചെയ്തുകൊണ്ട് പോയിരുന്നുവെങ്കിൽ, പണ്ടത്തെ ഒരു ക്ലാസിക് HR മാനേജർ എന്ന് പറയുന്നത് ജനറലി അവരുടെ PF, ESI, PT, IT, പേറോൾ തുടങ്ങിയവയെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ തുടങ്ങിയിട്ടുള്ള ചില അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലോട്ട് മാത്രം നോക്കിയിരുന്നാൽ മതിയെങ്കിൽ, ഇന്ന് ഇവരുടെ ജോലി എന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിൽ HR ബിസിനസ് പാർട്ട്ണർ എന്ന രീതിയിലും, HR ഡയറക്ട്ലി അതിന്റെ പ്രോഫിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ HR ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരു പ്രോഫിറ്റ് സെന്ററായി മാറുകയും ഒക്കെ ചെയ്യുന്ന, ഏകദേശം സെയിൽസിന് സമാനമായിട്ടുള്ള ജോലികൾ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും അത്ര ഈസി ആയിട്ടുള്ള ജോബ് ആണ് എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനെ നിരാകരിക്കുകയാണ്. അത് തെറ്റായ ഒരു ധാരണയാണ്. കാരണം ഇന്ന് ആ റിസ്കിന്റെ ഫാക്ടർ വളരെയധികം കൂടുതലാണ്. ബിക്കോസ് വി ആർ ഇൻ എ ന്യൂ വേൾഡ് ഓഫ് VUCA വേൾഡിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ രീതിയിലുള്ള റിസ്ക്കും മറ്റു പല ഫാക്ടേഴ്സും ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ കണ്ടന്റിലോട്ട് കയറാം. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്? ഹ്യൂമൻ റിസോഴ്സ് നേരത്തെ പറഞ്ഞ ആൾക്കാരെ നയിക്കുക അല്ലെങ്കിൽ ആൾക്കാരെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികളിലാണ് ഇവർക്ക് ഏറ്റവും അധികം ജോലി ചെയ്യേണ്ടി വരുന്നത്. ജനറലി ഒരു ബ്രോഡർ സെൻസിൽ, ഒരു വലിയൊരു ആംഗിളിൽ ഇവരെവിടെയൊക്കെ ഏതൊക്കെ ടൈപ്പാണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. ഒന്ന്, നമ്മൾ പറയുന്നത് കോർപ്പറേറ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, നമ്മൾ കോർപ്പറേറ്റ് HR എന്നൊക്കെ വിളിക്കും. അതാണ് ഒരു മേഖലയെങ്കിൽ. രണ്ടാമത്തത് ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ റിലേഷൻസ് എന്ന് പറയുന്ന മറ്റൊരു സെഗ്മെന്റ് ആണ്. മൂന്നാമത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് HR കൺസൾട്ടിംഗ് ആൻഡ് അനലിറ്റിക്സ്. HR കൺസൾട്ടിങ്ങും അതിന്റെ അനലിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇങ്ങനെ 3 ബ്രോഡർ ഏരിയയാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ഇതിൽ തന്നെ പലപ്പോഴും ഗവൺമെന്റ് ഉണ്ടാകാം, ചിലപ്പോൾ പ്രൈവറ്റ് കമ്പനി ഉണ്ടാകാം, ചിലപ്പോൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, NGO പോലുള്ള സംഗതികൾ ഉണ്ടാകാം. ഇതിലെല്ലാത്തിലും ഇവർക്ക് റോള് വരുന്നുണ്ട്. കാരണം എല്ലായിടത്തും ഫംഗ്ഷൻ ചെയ്യുന്ന അടിസ്ഥാനമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആണ്. സോ വെദർ ദർ ഈസ് എ ലാർജ് നമ്പർ ഓർ ഫ്യൂ നമ്പർ, ദർ ഈസ് എ റോൾ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ. അതുകൊണ്ട് തന്നെ HR ഡിപ്പാർട്ട്മെന്റിന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ വളരെയധികം പരന്നു കിടക്കുന്ന ഒരു വലിയൊരു മേഖല തന്നെയാണ്. നമുക്ക് ഓരോന്ന് പറഞ്ഞാൽ പരിശോധിക്കാം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് HR. പ്രധാനമായിട്ടും ഈ കോർപ്പറേറ്റ് HR എന്ന് റിക്രൂട്ട്മെന്റ്, പേറോൾ, സാലറി റിലേറ്റഡ് ആയിട്ടുള്ള പേറോൾ, എംപ്ലോയി ബെനിഫിറ്റ്സ്, ജനറൽ അഡ്മിനിസ്ട്രേഷൻ, പെർഫോമൻസ് മാനേജ്മെന്റ്, ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ്. ഇങ്ങനെ കുറച്ച് മേഖലകളാണ് ഇവരുടെ കോർപ്പറേറ്റ് HRന്റെ ഒരു ബ്രോഡർ ആയിട്ട് കിടക്കുന്നത്. ഇതല്ലാതെ കുറെ മിസ്ലേനിയസ് വർക്കുകളും ആക്ടിവിറ്റികളൊക്കെ ചെയ്യുന്ന HR ഡിപ്പാർട്ട്മെന്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതാണ് ഒരു പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു റോൾ എന്ന് പറയുന്നത്. ഇതിന്റെ സബ് കാറ്റഗറി ആയിട്ട് വരുന്നത് ജനറൽ അഡ്മിനിസ്ട്രേഷന്റെ കാറ്റഗറിയിലാണ് ബഹുഭൂരിപക്ഷവും ആൾക്കാർക്ക് കരുതുന്ന കുറെ സംഗതികൾ വരുന്നത്. ഓരോന്നോരോന്ന് പരിശോധിക്കാം. HR കൺസൾട്ടിംഗ് ആൻഡ് അനലിറ്റിക്സ് നമുക്ക് അവസാനമായി എടുക്കാം. ആദ്യമായിട്ട് നമുക്ക് കോർപ്പറേറ്റ് HR റിക്രൂട്ട്മെന്റ്. പ്രധാനമായിട്ടും ഈ റിക്രൂട്ട്മെന്റിൽ വരുന്നത്
മാൻ പവർ പ്ലാനിങ്. ഇന്ന് റൈറ്റ് പേഴ്സൺ, റൈറ്റ് റിക്രൂട്ട് ഫോർ റൈറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഒരു ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് ആളെ, നല്ല ചേരുവ, നല്ല ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ചേരുവ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന രീതിയിലുള്ള സാമഗ്രികൾ ആവശ്യമുണ്ട്. അത് എന്തെങ്കിലും തരത്തിൽ പിഴച്ചു പോവുകയോ തെറ്റിപ്പോവുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഉണ്ടാകുന്ന ഒരു അരുചി പോലെ തന്നെ HR ഡിപ്പാർട്ട്മെന്റിലും കൃത്യമായിട്ടുള്ള ആൾക്കാർ അല്ല ആ പർട്ടിക്കുലർ പൊസിഷനിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു താളം ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഓർക്കസ്ട്ര പോലെയാണ്. പലരും പല രീതിയിലുള്ള താളം അടിക്കും. കൃത്യം അത് ഒരേ താളത്തിൽ വരുമ്പോൾ മാത്രമാണ് അതിനൊരു ഭംഗി ഉണ്ടാകുന്നത്. സോ അതുകൊണ്ട് തന്നെ റൈറ്റ് ആള് തന്നെ ആയിരിക്കും അവിടെ നിൽക്കേണ്ടത്. അപ്പൊ ഈ മാൻ പവർ പ്ലാനിങ് ഉണ്ടാകാം, അല്ലെങ്കിൽ അതിന്റെ ഫോർകാസ്റ്റിംഗ് ഉണ്ടാകാം, തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ റിക്രൂട്ട്മെന്റിൽ. കൃത്യമായി പ്ലാൻ ചെയ്യുക, എവിടെയാണ് അതിനകത്ത് വേക്കൻസി ഉണ്ടാകുക, ഇനി വരാൻ പോകുന്ന ഒരു 6 മാസത്തിനുള്ളിൽ എത്ര പേര് ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യേണ്ടതുണ്ട്. ഈ HR ഡിപ്പാർട്ട്മെന്റാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റായിട്ടും കോർഡിനേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റിലായിട്ട് കൃത്യമായി കോർഡിനേറ്റ് ചെയ്ത് അവരുടെ അടുത്ത് നിന്ന് ഇനി വരാൻ പോകുന്ന ഒരു 6-7 മാസം അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു X എന്ന് പറയുന്ന പീരീഡിൽ എത്ര കണ്ട് ആൾക്കാരെ ആവശ്യമുണ്ട്, അങ്ങനെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട്, വ്യക്തമായി പ്ലാൻ ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് അവരുടെ മാൻ പവർ പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇതിനകത്ത് തന്നെ വരുന്ന സബ് ആക്ടിവിറ്റിയാണ് എല്ലാവരുടെയും ജോബ് ഡിസ്ക്രിപ്ഷൻ. നേരെ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് വന്നാൽ എല്ലാവരുടെയും ജോബ് ഡിസ്ക്രിപ്ഷൻ. എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്, എന്ത് പ്രവൃത്തിയാണ് ഒരു വ്യക്തി ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കുക. അയാളുടെ കീ റിസൾട്ട് ഏരിയ എന്ന് പറയുന്ന, കീ പ്രോസസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന KPA, NKPA എന്ന് പറയുന്ന സംഗതികൾ ഡിസൈൻ ചെയ്യുക. കൂടാതെ ഇവർക്ക് കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കുക. ഇതിന് ഹെഡ് ഹണ്ടിങ് എന്നൊക്കെ പറയും. അപ്പോൾ അത് കൊടുക്കുക. അതിനുശേഷം ഇന്റർവ്യൂകൾ കണ്ടക്ട് ചെയ്യുക. ഇന്റർവ്യൂ നേരത്തെ പറഞ്ഞ ഒരു റിക്രൂട്ട്മെന്റിന്റെ ഇന്റർവ്യൂ ആണ് ഞാനിവിടെ പറഞ്ഞത്. പിന്നെ ജനറലി അവരുടെ ഉള്ളിലെ മെയിൻ്റനൻസ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ, അതൊക്കെയാണ് ഒരു ഭാഗമെങ്കിൽ, റിക്രൂട്ട്മെന്റുമായിട്ട് റിലേറ്റഡുള്ള ഭാഗമെങ്കിൽ. രണ്ടാമതായിട്ട് എടുത്തു പറയേണ്ട ഒരു സംഗതി അഡ്മിൻ വർക്കുകളാണ്. അഡ്മിൻ വർക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ അഡ്മിനിസ്ട്രേഷൻ വർക്ക്സ് എന്ന് പറയും. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇപ്പൊ PF പ്രൊവിഡന്റ് ഫണ്ടിന്റെ ആക്ടിവിറ്റികൾ, പിന്നെ ESI എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസിന്റെ ആക്ടിൽ വരുന്ന തരത്തിലുള്ള എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ടിവിറ്റികൾ, പിന്നെ PT പ്രൊഫഷൻ ടാക്സ്, നെക്സ്റ്റ് IT ഇൻകം ടാക്സ്, അതിന്റെ കൃത്യമായ റിട്ടേൺ പോലുള്ള സംഭവങ്ങൾ, പിന്നെ സാലറി അഡ്മിനിസ്ട്രേഷൻ, പേറോൾ. അപ്പോൾ നമ്മൾ ജനറലി പറയുന്ന PF, ESI, PT, IT, പേറോൾ എന്നൊക്കെ പറയുന്നത് ഒറ്റ വാക്കിൽ തന്നെ എന്റെ പല ഡിപ്പാർട്ട്മെന്റുകളിലും അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളിലും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സെറ്റാണ് നിങ്ങളുടെ അഡ്മിൻ വർക്കുകൾ എന്ന് പറഞ്ഞു വരുന്നത്. ഇതിൽ നിന്ന് മാറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇനി ഇവരുടെ ഇത് കൂടാതെ വരുന്ന സംബന്ധിച്ച് ഇവരുടെ ട്രാൻസ്ഫേഴ്സ്. ഇപ്പൊ വലിയൊരു ഓർഗനൈസേഷൻ, അവർക്ക് പല ബ്രാഞ്ചുകളുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്, പല രാജ്യങ്ങളിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരുടെ ട്രാൻസ്ഫേഴ്സ്, കേവലം ട്രാൻസ്ഫർ മാത്രമല്ല, അതും ഈ പറഞ്ഞ പോലെ മാൻ പവർ പ്ലാനിങ്ങിന്റെ ഒരു എക്സ്റ്റൻഡ് ആക്ടിവിറ്റിയാണ്. ഇന്ന വ്യക്തി ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യട്ടെ, ചിലപ്പോൾ ട്രാൻസ്ഫർ ഓർഡർ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ കൃത്യമായി പ്രോസസ് ചെയ്യുക, അയാൾക്ക് അതിന് വേണ്ടുന്ന രീതിയിലുള്ള ഫെസിലിറ്റേഷൻസ് കൊടുക്കുക. ഇപ്പോൾ വിസ പ്രോസസിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മറ്റു റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ ഹെൽപ്പുകൾ കൊടുക്കുന്നതായിരിക്കാം, അവരുടെ ട്രാൻസ്ഫറിനെ കൃത്യമായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം. ഇതൊക്കെയാണ് ഇപ്പോൾ ഒരു ഭാഗം ട്രാൻസ്ഫേഴ്സായിട്ട് ബന്ധം. പിന്നെ ഗ്രീവൻസസ്, അവരുടെ സങ്കടങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ, അവർ അനുഭവിക്കുന്ന വിഷയങ്ങളിലൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുക. ഇപ്പോൾ നേരിട്ട് ഇടപഴകി മനുഷ്യനുമായിട്ട് നേരിട്ട് ഇടപഴകി ചെയ്യേണ്ടുന്ന ഒരു ജോലിയാണ് ഈ പറഞ്ഞ HR ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വിഷമങ്ങൾ, കാര്യങ്ങളും കഷ്ടതകളും മനസ്സിലാക്കി അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ കാണുന്ന ഗ്രീവൻസസ് ആൻഡ് ഗ്രീവൻസ് റിഡ്രസൽ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഈ പറയുന്ന അഡ്മിന്റെ കീഴിൽ വരുന്ന സംഭവമാണ്. പിന്നെ ഇവരുടെ റിട്ടയർമെന്റ് റിലേറ്റഡ്, പിരിഞ്ഞു പോകുന്നത്, റിട്ടയർമെന്റ് ആകാം, ചിലപ്പോൾ റിസൈൻ ചെയ്ത് പോകുന്നതാകാം, തുടങ്ങിയിട്ടുള്ള മേഖലകളും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നടക്കുന്ന എക്സിറ്റ് ഇന്റർവ്യൂ, അവർക്ക് പുറത്തേക്ക് സുഗമമായി പോകാൻ വേണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തയ്യാറാക്കുക. ഇനി അതിനുശേഷം ഒരു അനാലിസിസ് ഉണ്ട്, എന്ത് കാരണത്തിലാണ് ഈ വ്യക്തി പിരിഞ്ഞു പോയത്. ഒരു പക്ഷേ ഓർഗനൈസേഷന്റെ ഉള്ളിലെ അന്തരീക്ഷത്തിന്റെ പോരായ്മ കൊണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന് പോസ്റ്റ് റിട്ടയർമെന്റ് ഓർ പോസ്റ്റ് എക്സിറ്റ് അനാലിസിസ് എന്ന് പറയും. എന്ത് കാരണത്തിലാണ് പോകുന്നത്, നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടതാണോ, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്ന് കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ട് അപ്പർ ഡിപ്പാർട്ട്മെന്റിലോട്ടോ അല്ലെങ്കിൽ ഇതിന്റെ പ്രധാനപ്പെട്ട ബന്ധപ്പെട്ട ഹയർ അതോറിറ്റികളിലോട്ടോ അല്ലെങ്കിൽ സ്വന്തം ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്തുകയും ഒക്കെ ചെയ്യാനായിട്ടുള്ള ഒരു സജഷൻസ് കൊടുക്കേണ്ട ഒരു ജോലിയാണ് ചിലപ്പോൾ ജനറലി അഡ്മിൻ വർക്കിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ജനറലി ആൾക്കാരുടെ വെൽഫെയർ ആക്ടിവിറ്റികളും ഒക്കെ ഈ അഡ്മിൻ വിഭാഗത്തിൽപ്പെടുന്ന സംഗതികളാണ്. ഈ അഡ്മിൻ വിഭാഗത്തിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരുപാട് ആക്ടുകൾ ചിലപ്പോൾ ഫോളോ ചെയ്യേണ്ടി വന്നേക്കാം. ഇതിനകത്താണ് ഇപ്പോൾ ആന്റി സെക്ഷൽ ഹരാസ്മെന്റ് പോളിസി, അത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ തന്നെ ഫാക്ടറീസ് ആക്ട് ഓഫ് 1947, അങ്ങനെ തുടങ്ങി ഒരുപാട് ഇന്ത്യൻ കമ്പനീസ് ആക്ട് ഉണ്ട്, തുടങ്ങി കുറേ നിയമാവലികൾ ഇവർ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിയമപരമായിട്ട് കഴിയുന്ന ഒരുപാട് ബന്ധമുള്ളതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും ഒരു ഈസി ജോബോ ടാസ്കോ അല്ല, നല്ലോണം റിസ്ക് ഉണ്ട്, കൃത്യമായിട്ട് മെറ്റിക്കുലസ് ആയിട്ട് ചെയ്തെടുക്കേണ്ടുന്ന ഒരു ജോലി കൂടിയാണ് ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു സെഗ്മെന്റിലോട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ പെർഫോമൻസ് മാനേജ്മെന്റ് ആണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം റിസ്ക് സംഭവിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് ഈ പറയുന്ന പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, പലപ്പോഴും പല ആൾക്കാരും വർഷാവസാനത്തോട് അടുക്കുമ്പോൾ, നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ മാർച്ച് 31, അല്ലെങ്കിൽ ഔട്ട്സൈഡ് കൺട്രി ആണെങ്കിൽ പലപ്പോഴും അത് ജൂലൈ അല്ലെങ്കിൽ ജൂൺ
അല്ലെങ്കിൽ ഡിസംബർ 31 തുടങ്ങി പല സമയങ്ങളിലൊക്കെ ആയിരിക്കും ഇവർ പറഞ്ഞു കേൾക്കുന്ന ഒരു പദമുണ്ട്, എന്റെ അപ്രൈസൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് പ്രോപ്പർ അപ്രൈസൽ കിട്ടിയില്ല, എന്റെ ജോലിക്ക്, അതായത് അപ്രൈസലിനോട് ഉദ്ദേശിക്കുന്നത് എന്റെ ശമ്പള വർധനവ്, എനിക്ക് കിട്ടേണ്ട കോമ്പൻസേഷനിൽ ഒരു റൈസ് ഉണ്ടാകുന്നില്ല. ഈ തരത്തിലുള്ള അതിന് എന്തൊക്കെ തരത്തിൽ എത്ര ശതമാനം ഇന്ന വ്യക്തിക്ക് റൈസ് കൊടുക്കണം, അല്ലെങ്കിൽ സാലറി കൂടുതൽ കൊടുക്കണം, ഇതിനെ കുറിച്ചുള്ള അപ്രൈസൽസ് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആണ് ഈ പറഞ്ഞ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന മൂന്നാമത്തെ ബ്രോഡർ ഹെഡിങ്. ഇനി ഇതിനകത്ത് ഇവർക്ക് പല സംഭവങ്ങൾ ഉണ്ടാവും. ഇവരുടെ നേരത്തെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുണ്ടായിരുന്ന കീ പ്രോസസ് ഇൻഡിക്കേറ്റേഴ്സ്, അവരോട് ചെയ്യാൻ പറഞ്ഞിരുന്ന ജോലികൾ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അവരിൽ നിന്ന് എന്തൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്, ആ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്തിട്ടുണ്ടോ, എങ്കിൽ മീറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് എത്ര ശതമാനം അത് മീറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഉദ്ദേശിച്ചതിൽ അധികം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഹൈ പെർഫോമൻസ് എന്ന് പറയും, അല്ലെങ്കിൽ എത്ര ഡിഗ്രിയിലാണ് അത് മീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് ഒരു 360 ഡിഗ്രി അപ്രൈസൽ, അതായത് സെക്കൻഡ് വേൾഡ് വാറിൽ ജർമ്മൻ ആർമിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടെക്നിക്കാണ് ഈ 360 ഡിഗ്രി അപ്രൈസൽ. അത് ആർമിയിൽ തുടങ്ങിയെങ്കിൽ ഇന്ന് 360 അപ്രൈസൽ എന്ന് പറയുന്ന സംഗതി വളരെ പോപ്പുലർ ആയിട്ട് ഇന്ന് കോർപ്പറേറ്റ് വേൾഡിലും അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ്. പണ്ട് മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ ടൈമിൽ, യു പി എ ഫസ്റ്റ് ഗവൺമെന്റിന്റെ ടൈമിലാണ് 360 ഡിഗ്രി അപ്രൈസൽ ആദ്യമായിട്ട് ഗവൺമെന്റ് സിസ്റ്റത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് എത്ര പ്രായോഗികമായിട്ട് പോകുന്നത് എന്നതിനെ കുറിച്ച് പരിമിതമായ അറിവ് എനിക്കുള്ളൂ. ഹൗവർ അതിനെ അങ്ങനെ 360 ഡിഗ്രി അപ്രൈസൽ പോലുള്ള സംഗതികൾ ഇന്ന് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പെർഫോമൻസ് മാനേജ്മെന്റിന്റെ സെഗ്മെന്റ് ആയിട്ട് കടന്നു വരുന്ന ഒന്നാണ്. അപ്പം ഇതാണ് അടുത്ത മൂന്നാമത്തെ ഹെഡിങ്ങിൽ. നാലാമത്തത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സെഗ്മെന്റ് ആണ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ്. ഇപ്പൊ നമ്മൾ ഒരാളെ റിക്രൂട്ട് ചെയ്തു. നോർമലി ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഏതൊരു ആള് ഓർഗനൈസേഷൻ്റെ ഉള്ളിലോട്ട് വന്നാലും, ഇപ്പോൾ ഒരു പക്ഷേ ഫ്രഷ് ഗ്രാജുവേറ്റ് ഒക്കെ രണ്ട് തരത്തിലാണ് ആൾക്കാർ എംപ്ലോയീസ് ആയിട്ട് ജോയിൻ ചെയ്യണം. ഒന്ന് ഫ്രഷ്, പ്രത്യേകിച്ച് ജോലി എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, പഠനം കഴിഞ്ഞ് ജസ്റ്റ് നിൽക്കുന്ന ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ. അപ്പൊ അവരെല്ലാം ജനറലിസ്റ്റുകൾ എന്ന് പറയും. അവരെ ജനറലി കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടും പഠിക്കാൻ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവർ ട്രെയിൻഡ് ആണ്. അവർക്ക് അതിനുള്ള നോളജ് മറ്റു കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാകാം. പക്ഷേ ഇവര് സ്പെസിഫിക്കലി എന്റെ കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഇന്ന കമ്പനിയിൽ എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്, സ്പെസിഫിക്കലി ഏത് രീതിയിലാണ് ഇവരെ ക്ലയന്റ് ബില്ലബിൾ ആയി മാറുക അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായി മാറുക, ഇവരെ കമ്പനിക്ക് ഒരു മുതൽക്കൂട്ടായി മാറുക എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് എത്തിക്കുന്ന ഒരു തൊഴിലാണ് പൊതുവെ ഈ ലേണിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഭാഗം. അത് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ആദ്യത്തെ പ്രോസസ്സ് മുതൽ, അത് ഫ്രഷ് ആയിട്ട് വരുന്ന ഒരാളായിക്കോട്ടെ, പുതിയതായിട്ട് കടന്നു വരുന്ന എക്സ്പീരിയൻസ് ഉള്ള ആളായിക്കോട്ടെ, രണ്ടുപേർക്കും കൊടുക്കേണ്ട സംഭവമാണ് ഇൻഡക്ഷൻ. ഇതെല്ലാം ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റാണ്. പഠനവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് പല രീതിയിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പൊ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രധാന ഒരു ജോലി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ കൃത്യമായി കൊടുക്കുക, അവർ വർക്ക് ചെയ്യേണ്ട സെഗ്മെന്റിൽ കൃത്യമായിട്ടുള്ള സ്കിൽ ട്രെയിനിങ്സ് കൊടുക്കുക, ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ വിഷയമെങ്കിൽ ആറ്റിറ്റ്യൂഡിനുള്ള ട്രെയിനിങ്സ് കൊടുക്കുക. നമുക്കറിയാം ഒരു ജോലി ചെയ്യാൻ 3 ആസ്പെക്റ്റുകളുണ്ട്, നോളജ്, സ്കിൽ ആൻഡ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. അതിന് വേണ്ടി കൃത്യമായി നോളജ് കൊടുക്കുക, സ്കിൽസ് കൊടുക്കുക, ആറ്റിറ്റ്യൂഡ് കൊടുക്കുക. ഇതിനിടയിൽ തന്നെ ഗ്യാപ്പ് അനാലിസിസ് ഉണ്ടാകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് എത്ര കണ്ട് സ്കില്ലുണ്ട്, നോളജ് ഉണ്ട് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി മെഷർ ചെയ്ത് അയാൾക്ക് ഏതെങ്കിലും തരത്തിൽ അതിനൊരു പോരായ്മ ഉണ്ടെങ്കിൽ അതിനെ ഫില്ല് ചെയ്തുകൊണ്ട് അയാളെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കി കൊണ്ടുനടക്കാൻ വേണ്ടുന്ന ട്രെയിനിങ്സും ലെസൺസ് പ്ലാൻസും ഒക്കെ കൃത്യമായിട്ട് റെഡിയാക്കി അയക്കി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. അതിന് ഒരുപാട് ഫെസിലിറ്റേഷൻ സ്കിൽസും ഒക്കെ ആവശ്യമുണ്ട്. നമ്മൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുന്നത് ഒരിക്കലും ഒരു ലീനിയർ ഇന്റലിജൻസോ അല്ലെങ്കിൽ ലീനിയർ പ്രോസസ്സിലൂടെ പോകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല HR മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ HR അനാലിറ്റിക്സ് പോട്ടെ, ഇതിൽ അഡ്മിനിസ്ട്രേഷൻ വർക്ക് ആണെങ്കിൽ അതിന് കുറെ നിയമാവലികൾ നോക്കിപ്പോണം. അപ്പൊ ഒരു ലോയറുടെ പ്രൊസിഷനും ഒരു ലോയറുടെ ഒരു ആറ്റിറ്റ്യൂഡും മനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അല്ലെങ്കിൽ ഒരു സിസ്റ്റം കീപ്പറുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് വേണ്ടെങ്കിൽ. രണ്ടാമതൊരു ടീച്ചറുടെ ആറ്റിറ്റ്യൂഡാണ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റിൽ വരുന്നത്. ഇനി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു മാനേജറുടെ ഒരു സെയിൽസ്മാന്റെ ജോലി റിക്രൂട്ട്മെന്റിൽ വരുന്നുണ്ട്, ഒരു മാനേജറുടെ ജോലി, ഒരു അനലിസ്റ്റിന്റെ ജോലി മാൻ പവർ പ്ലാനിങ്ങിൽ വരുന്നുണ്ട്. തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഏതെങ്കിലുമൊക്കെ ഒരു ഭാവമോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു രീതിയോ ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആവശ്യമുണ്ട്. ഇതിനെല്ലാത്തിന്റെയും ഒരു ഹൈ എൻഡ് ആണോ എന്ന് വെച്ചാൽ പലപ്പോഴും ഒരുപക്ഷെ ഹൈ എൻഡിൽ തന്നെ പോയേക്കാം, ഹൈ എൻഡ് ലെവലിൽ തന്നെ പോയേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ലാർജർ ആംഗിളിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോർപ്പറേറ്റ് HR എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ സെഗ്മെന്റിന്റെ പ്രധാനമായിട്ട് എടുത്ത് പറഞ്ഞാൽ റിക്രൂട്ട്മെന്റ്, അഡ്മിൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസ്, പെർഫോമൻസ് മാനേജ്മെന്റ്, കൂടാതെ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ്. അങ്ങനെ ഒരു ലാർജർ ആംഗിളിലാണ് നമ്മൾ ഇതിനെ കാണിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് പല രീതിയിലും അതിന് പല ഓർഗനൈസേഷനിലും അതിനെ പല പേരിട്ടൊക്കെ വിളിച്ചിരിക്കാം. ചിലപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജറിനെ വിളിക്കുന്നത്, ചിലപ്പോൾ ചീഫ് പീപ്പിൾ മാനേജർ അല്ലെങ്കിൽ ചീഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, ചീഫ് പീപ്പിൾ മാനേജർ, പീപ്പിൾ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ അതിനെ വിളിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇതെല്ലാം ചെയ്യുന്ന ജോലികളെല്ലാം ഇതാണ്. പിന്നെ ഓരോ ഓർഗനൈസേഷന്റെ കൾച്ചർ, അതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എല്ലാ ഓർഗനൈസേഷനും ഒരു ടിപ്പിക്കൽ കൾച്ചർ ഉണ്ട്. ഈ കൾച്ചറിന് അനുസൃതമായിട്ട് വേണം ഈ HR ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ ഈ കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന കാര്യത്തിൽ ഏറ്റവും അധികം റോള് കളിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്.
നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഒരു ടിപ്പിക്കൽ കൾച്ചർ ഉണ്ടാകും. ആ കൾച്ചർ ആയിരിക്കും അവരെ വിജയത്തിലോട്ട് എത്തിക്കുന്നത്. എന്നാൽ അതേ കൾച്ചർ ആയിരിക്കില്ല ഒരേ ഇൻഡസ്ട്രി ആണെങ്കിൽ തന്നെ മറ്റൊരു ഓർഗനൈസേഷൻ ചെല്ലുമ്പോൾ അവരിൽ ഉണ്ടായി വരുന്നത്. 2 കമ്പനികൾ നമ്മൾ എടുത്തൊക്കെ നാരായണമൂർത്തിയുടെ IT കമ്പനി ആയിക്കോട്ടെ, അദ്ദേഹത്തിനകത്തുള്ള കൾച്ചർ അല്ല യഥാർത്ഥത്തിൽ ഗൂഗിൾ എന്ന് പറഞ്ഞ കമ്പനികളുടെ കൾച്ചർ, അതല്ല ആപ്പിൾ എന്ന് പറഞ്ഞ മറ്റൊരു കമ്പനികളുള്ളത്. ഞാൻ IT കമ്പനികളെ മാത്രം പറയുന്നില്ല, ജസ്റ്റ് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് എന്ന് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കമ്പനി ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് പറയുന്നത്. ഏത് കമ്പനി എടുത്തോട്ടെ അത് കൾച്ചർ, ഈ കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു പ്രധാന ജോലി അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തം, അതിനെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കീ റോൾ കളിക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇനി നേരത്തെ ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ റിലേഷൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഇത് പ്രധാനമായിട്ട് ഈ ട്രേഡ് യൂണിയൻ ഒക്കെയുള്ള ഈ ഒരു മാനുഫാക്ചറിംഗ് സെറ്റപ്പിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ആക്ച്വലി മറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ കോർപ്പറേറ്റ് HR എന്ന് പറഞ്ഞ ലാർജർ ആംഗിളിൽ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന അതേ ജോലികളും കാര്യങ്ങളുമാണ് ഇവർ ചെയ്യുന്നത്. ഇതിന് വ്യത്യസ്തമായിട്ട് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചെറുപക്ഷെ ട്രേഡ് യൂണിയൻ പോലുള്ള ആക്ടിവിറ്റികൾ ഉണ്ടാകാം. അതിനകത്തുള്ള അതിൻ്റെ ഇലക്ഷൻ, അതിന്റെ നെഗോസിയേഷൻ തുടങ്ങിയിട്ടുള്ള സംഗതികളിലൊക്കെ ഇവർ ആക്റ്റീവ് റോൾ കളിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇവർ ഈ ഇതിൽ ചില ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ റിലേഷൻസ് എന്ന് പറഞ്ഞ വകുപ്പിന് വ്യത്യാസം വരുന്നത്. അടുത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് HR കൺസൾട്ടിംഗ് ആൻഡ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഒരുപാട് HR കൺസൾട്ടിംഗ് ഫേമുകൾ നമ്മുടെ ഇന്ന് ഇന്ത്യയിലുണ്ട്. അല്ലെങ്കിൽ വലിയ വലിയ ഫേമുകളിലെ ഏർണസ്റ്റ് ആൻഡ് യങ്, മെറിൽ ലിഞ്ച് എന്നൊക്കെ പറയുന്ന വലിയ വലിയ കമ്പനികൾ, KPMG, ഇവരുടെയൊക്കെ ഉള്ളിൽ തന്നെ ഒരു HR കൺസൾട്ടിംഗ് വിങ് കൂടി ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖല കൂടിയാണ് HR കൺസൾട്ടിംഗ് ആൻഡ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞ വിഭാഗം. ഇത് പ്രധാനമായിട്ട് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ HR ഫംഗ്ഷൻസിനൊക്കെ വേണ്ടുന്ന നോളജ് അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന സ്കില്ലുകൾ തുടങ്ങിയ സംഭവങ്ങളെ സംഭാവന ചെയ്യുന്ന, പുറമേ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ പറയുന്ന HR കൺസൾട്ടിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതായത് ഇപ്പോൾ റിക്രൂട്ട്മെന്റ്, ഏത് തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് ആവശ്യമുണ്ട്, എങ്ങനെ മാൻ പവർ പ്ലാൻ ചെയ്യണം. ഇപ്പോൾ ഒരുപക്ഷെ ഒരു ചെറിയ കമ്പനി ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന പേരുകളെല്ലാം ഉണ്ടായിക്കോണം നിർബന്ധമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു സ്കിൽ സെറ്റ് ഉണ്ടായിക്കോണം നിർബന്ധമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവർ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു വിഭാഗമാണ് HR കൺസൾട്ടൻസ് എന്ന് പറയുന്ന ആൾക്കാർ. അപ്പം ഇവര് പ്രധാനമായിട്ടും ചെയ്യുന്നത് പുറമേ നിന്ന് വർക്ക് ചെയ്തുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ ഓർഗനൈസേഷനെ കുറിച്ച് കൃത്യമായി പഠിക്കുകയും അതിനകത്ത് കൃത്യമായി വേണ്ടുന്ന സഹായ സഹകരണങ്ങളും സജഷൻസും കൊടുക്കുകയും ചെയ്യുന്നതാണ് പറഞ്ഞ HR കൺസൾട്ടിംഗ് എന്ന് പറയുന്നത്. ഇതിൽ HR കൺസൾട്ടിംഗിലെ മറ്റൊരു വിങ് കൂടിയുണ്ട്, എക്സിക്യൂട്ടീവ് സെർച്ച് എന്ന് പറയും. ഈ Naukri.com പോലുള്ള വെബ്സൈറ്റുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. അതുപോലെ തന്നെ പല കമ്പനികളും പ്രധാനമായിട്ടും ആൾക്കാരെ വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും റാൻസ്റ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ഈ റാൻസ്റ്റഡ് എന്ന കമ്പനി ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഇന്ന പോസ്റ്റിലോട്ട് ഒരാളെ ആവശ്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് പ്ലേസ് എന്ന് പറയുന്ന ആ ഇക്വേഷൻ കൃത്യമായി മാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറമേ നിന്ന് സഹായിക്കുന്നു. ഇവരാണ് ആൾക്കാരെ സെർച്ച് ചെയ്യുന്നത്. എന്നിട്ട് ഇന്ന ആൾക്കാർ ഇന്ന സ്ഥലങ്ങളിലുണ്ട്, ഇന്നയാളെ നമുക്ക് റിക്രൂട്ട് ചെയ്യാം എന്നൊക്കെ നമുക്കൊരു സഹായം ചെയ്തു തരുന്ന നമുക്ക് ഇതൊരു ഇന്റർമീഡിയറ്റ്. അതിനിടയ്ക്ക് അവർ ഫീസും ചാർജ് ചെയ്യും. തീർച്ചയായിട്ടും എത്ര ശതമാനം പൊതുവെ അവർ ചാർജ് ചെയ്യുന്നത് ഒരു മാസത്തെ ഒരു വ്യക്തിയുടെ സാലറിയാണ് ജനറലി ചാർജ് ചെയ്യുന്നത് ഒരു പോസ്റ്റിലോട്ട് ഒരാളെ ഫിൽ ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ എങ്ങനത്തെ ജോലികൾ ചെയ്യുന്ന എക്സിക്യൂട്ടീവ് സെർച്ച് കമ്പനീസ് ഉണ്ട്. പിന്നെയുള്ളതിന് ഓർഗനൈസേഷണൽ ഡിസൈൻ കമ്പനി. അതിന് ഓർഗനൈസേഷണൽ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ അറിയാം, ഹയറാർക്കി ഡിസൈൻ ചെയ്ത് കൊടുക്കുക, ആരോട് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുക, എങ്ങനെയാണ് ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ, എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോ പോകേണ്ടതെന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക തുടങ്ങിയുള്ള സംഗതികളാണ് ഈ HR ഡിപ്പാർട്ട്മെന്റ്. ആർക്കെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ തീർച്ചയായിട്ടും ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ കൂടിയാണ് അവരുടെ ഓർഗനൈസേഷനിൽ. ഒത്തിരിയധികം സ്കോപ്പ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഭാവിയിലുമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് വലിയ ഓർഗനൈസേഷനിൽ ചിലപ്പോൾ L&D ഒന്നും കണ്ടെന്ന് വരില്ല, അല്ലെങ്കിൽ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പോലുള്ള സംഗതികളൊന്നും കണ്ടെന്ന് വരില്ല. അപ്പോൾ ഇത് പുറമേ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുറമെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകൾ ക്യാമ്പസിനുള്ളിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അവരുടെ സ്കിൽ സെറ്റിന് വേണ്ടുന്ന രീതിയിലുള്ള സംഗതികളും സഹായ സഹകരണങ്ങളും ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് പൊതുവെ ഒരു HR-നെ കുറിച്ച് ഒരു ബ്രോഡർ ആംഗിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഈ പറയുന്നതിന് അപ്പുറത്തേക്കൊക്കെ HR ഉണ്ട്, ഇനി ഞാൻ പറയുന്നില്ല. കാരണം നമുക്ക് ചെറിയ സമയത്തിനുള്ളിൽ ഒരു പ്രസംഗം പോലെ ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോൾ ഇതിനപ്പുറത്തേക്ക് പറയാനുള്ള പരിമിതികൾ ഒരുപാടുണ്ട്. ഇനി മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ക്വാളിറ്റി, ഇതിലോട്ട് പോകാൻ പോകുന്ന ഒരു വ്യക്തിയുടെ ക്വാളിറ്റി എന്തൊക്കെയാണ്, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഈ പലപ്പോഴും ആൾക്കാർ ഞാൻ HR ഡിപ്പാർട്ട്മെന്റിലെ വർക്ക് ചെയ്യുള്ളൂ, HR ഡിപ്പാർട്ട്മെന്റിൽ ഫംഗ്ഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു പറയുമ്പോൾ ഞാൻ ഇരുന്നുകൊണ്ടുള്ള ജോലിയാണല്ലോ ചെയ്യേണ്ടത് എന്ന രീതിയിൽ വളരെ ലഘുവായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഇന്ന് ടെൻഷൻ അടിക്കുന്ന ഒരുപാട് HR മാനേജറെ നമുക്കറിയാം. കാരണം ഈ ഓർഗനൈസേഷനുള്ള കീ ഫാക്ടർ ഹ്യൂമൻ റിസോഴ്സ് വ്യക്തികളാകുമ്പോൾ, മനുഷ്യനാകുമ്പോൾ അതിന്റെ ടെൻഷനും റിസ്കും ഒക്കെ വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഇവർക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്പർ 1, ഗുഡ് വിത്ത് പീപ്പിൾ. They should be very good with people. ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനും ഇടപഴകാനും കാര്യങ്ങൾക്കൊക്കെയാണ്. ഒരു ചെറിയ ചോദ്യം വന്നിട്ട്, വാട്ട് ആർ ദ മേജർ ചാലഞ്ചസ് ഇൻ HR ഫീൽഡ്? വാ, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ HR ഫീൽഡിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ച് എന്തൊക്കെയാണ്?
ഈ HR മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റിന്റെ എവല്യൂഷൻ പണ്ട് മുതൽ ഞങ്ങൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ കേവലം ഈ അറ്റൻഡൻസ് എടുക്കുക, ആൾക്കാർ എത്ര ദിവസം വന്നു നോക്കുക, വരാത്തവരെ ലീവ് മാർക്ക് ചെയ്യുക, എത്ര ദിവസം വർക്ക് ചെയ്തതനുസരിച്ചിട്ട് അതിന് വേണ്ടുന്ന ശമ്പളം കൊടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ജനറൽ അഡ്മിൻ ഭാഗമായിരുന്നു. പിന്നീട് ഇത് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇത് റിക്രൂട്ട്മെന്റിന്റെ സെഗ്മെന്റിലോട്ട് കയറി. എന്നാൽ അതിനുശേഷം പിന്നീട് വരുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഇതിന്റെ റിസ്ക് പ്രധാനമായിട്ട്, നേരത്തെ പറഞ്ഞ ചലഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ അവർ പ്രധാനമായിട്ട് ഫേസ് ചെയ്യുന്നത് എടുത്തു വെക്കുന്ന ആള് റൈറ്റ് ആണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തഡോളജി. അത് ഇന്ന് വളരെയധികം ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. ആൾക്കാർ പല രീതിയിൽ ഫേക്ക് ചെയ്തുകൊണ്ട് വരാറുണ്ട്. റെസ്യൂമെ ഒക്കെ ചിലപ്പോൾ എയറേറ്റ് ചെയ്ത് വരാറുണ്ട്. ഞാൻ കുറച്ച് കാലം മുമ്പ് ഞങ്ങൾ ഇവിടെ ഒരു ഓഫീസിൽ ഒരു ഇന്റർവ്യൂ നടത്തി. ഇവിടെ ദുബായ് ബ്രാഞ്ചിലാണ് ഇന്റർവ്യൂ നടത്തിയത്. അപ്പോൾ ഒരു റെസ്യൂമെ വന്നു, നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് ഒറ്റ കാര്യം കൂടി ആഡ് ചെയ്യാനുള്ളൂ, നൊബേൽ പ്രൈസ്. അതുവരെയുള്ള കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹം അതിൻ്റെ തുള്ളിൽ വളരെ വിശാലമായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫേക്ക് ആണോ അല്ലേ എന്നുള്ള കാര്യം നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. പക്ഷേ അതൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. കാരണം അതിന് ഓരോരോ അയാൾ ആഡ് ചെയ്ത് തരുന്ന സംഗതികളൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒന്നും കോർഡിനേറ്റ് ചെയ്ത് പോകുന്നില്ല. അതിന് നമ്മൾ പറയുന്നത് എയറേറ്റ് ചെയ്യുക എന്ന് പറയും. ഇൻഫ്ലെയിം ചെയ്യുക അല്ലെങ്കിൽ എയറേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്, റെസ്യൂമെ എയറേഷൻ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള പല പ്രോസസ്, പല പേരുകൾ തന്നെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ തെറ്റായ രീതിയിലുള്ള ആൾക്കാർ, ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ മുന്നിൽ വരുമ്പോൾ അവരെ കണ്ടുപിടിക്കുക, അതൊരു ചലഞ്ചാണ്. രണ്ട്, കൃത്യമായി പ്ലാനിങ് ഇല്ല എങ്കിൽ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ആൾക്കാരെ എടുത്തു വെക്കണം. കാരണം ഈ പൊസിഷനിൽ ഇന്ന വ്യക്തി ആരാണ് വേണ്ടത്, റൈറ്റ് സ്കിൽ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഇടുന്ന ഒരു പരിപാടി. പിന്നെ ഈ കിട്ടുന്ന ആൾക്കാരെ മെയിൻറ്റെയിൻ ചെയ്യുക. ഞാനിപ്പോൾ പറഞ്ഞ ഇപ്പോഴത്തെ ചലഞ്ചസിനെ കുറിച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ പ്രോപ്പർ എൻഗേജ്മെന്റ്. പല ഓർഗനൈസേഷന്റെയും ഇന്നിപ്പോൾ കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 1000 രൂപ കൂടുതൽ തരാമെന്ന് പറയുമ്പോൾ ചാടി പോകുന്ന ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. ഒരുപക്ഷെ അയാൾ അവിടെ നിന്ന് മാറിക്കഴിയുമ്പോൾ ഒരു കമ്പനിയുടെ അടിത്തറ തന്നെയായിരിക്കും ഒരു വേള ഒരു നിലകി പോകുന്നത്. എന്ത് ഡോക്യുമെന്റുകൾ ഒപ്പിട്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എന്ത് ലീഗൽ ഡോക്യുമെന്റ് ഒപ്പിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനൊക്കെ ഒരുപാട് 100,000 പഴുതുകളും നൂലാമാലകളും ഒക്കെ കിടക്കുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് ലീഗലി ഒന്നും പിടിച്ചു നിർത്താൻ സാധിക്കില്ല. അവരുടെ മോട്ടിവേഷൻ കീപ്പപ്പ് ചെയ്യുക, അത് വലിയൊരു റിസ്ക് ഉള്ള ഭാഗമാണ്. ഇവരുടെ ഇടയിലുള്ള ഈഗോകൾ സോൾവ് ചെയ്യുക, അത് വലിയൊരു സംഭവമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. HR ഫീൽഡിൽ ഏറ്റവും വലിയ ചാലഞ്ചസ് എന്ന് പറയുന്നത് ദേ ഷുഡ് ബി വെരി ഗുഡ് പീപ്പിൾ, വെരി ഗുഡ് വിത്ത് പീപ്പിൾ. ദേ ഷുഡ് ബി വെരി ഗുഡ് പീപ്പിൾ അറ്റ് ദ സെയിം ടൈം ദേ ഷുഡ് ബി വെരി ഗുഡ് വിത്ത് പീപ്പിൾ. അപ്പം ഇവര് ആൾക്കാരോടൊപ്പവും നന്നായിട്ട് വർക്ക് ചെയ്യാൻ ഇവിടെ കഴിയുന്ന, വളരെ സൗമ്യമായിട്ട്, ശാന്തമായിട്ട്, നല്ല ഇമോഷണൽ കോഷ്യന്റോട് കൂടി സൗമ്യവും ശാന്തമായിട്ട് സംസാരിക്കാനും ഇടപഴകാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്ന ആൾക്കാരായിരിക്കണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം പറ്റുക പറഞ്ഞാൽ ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ലൂബ്രിക്കന്റ് ആയിരിക്കും, ലെസ് ഫ്രിക്ഷൻ ഉണ്ടാക്കുന്ന ആൾക്കാരായിരിക്കും. ഇവര് ഭയങ്കര റഫ് ആണെങ്കിൽ എല്ലാം തീർന്നു, കൂടുതൽ പ്രശ്നം ഉണ്ടാവുള്ളൂ. നല്ലൊരു അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇവർക്കുണ്ടായിരിക്കണം. പ്രശ്നങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് നല്ലോണം ഒരു ലിസണിങ് സ്കില്ലും നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇന്റർപേഴ്സണൽ സ്കില്ലും എല്ലാം കൂടെ ചേർന്ന് ദേ ഷുഡ് ബി ഗുഡ് വിത്ത് പീപ്പിൾ. അതാണ് ഒന്നാമത്തെ ക്വാളിറ്റി. രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇവർക്ക് തെറ്റില്ലാത്ത രീതിയിൽ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവണം. ഇന്നത്തെ കാലത്തെ ഈ HR ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കേവലം കാര്യങ്ങളൊക്കെ നോക്കി ഒരു സൂപ്പർവൈസറി റോളിൽ നിൽക്കുന്നതല്ല. ഇവർ ഡയറക്ട്ലി ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് HR ബിസിനസ് പാർട്ട്ണർ എന്നൊക്കെ പറഞ്ഞ പദങ്ങൾ ഇട്ട് വിളിക്കുന്നത്. ഇവർക്കും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം എത്ര റവന്യൂ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ ഒരു ക്രൈറ്റീരിയൻ എങ്കിൽ, ഒരു വ്യക്തിയെ ആഡ് ചെയ്യുമ്പോൾ എത്ര ടൈം വാല്യൂ ഇൻ ടേംസ് ഓഫ് മണി അയാൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള സംഗതികളും നമ്പറുകളുടെയും കളികൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ന്യൂമറിക്കൽ എബിലിറ്റിയും ഇന്ന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് HR മാനേജർക്ക്. എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ഇതൊരു സയൻസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് HR മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ സയൻസ് വിത്ത് എ കോമ്പിനേഷൻ ഓഫ് സൈക്കോളജി, സോഷ്യോളജി, ന്യൂമറിക്കൽ എബിലിറ്റി, ഹാർഡ് കോർ അനാലിറ്റിക്സ്, ഡാറ്റ അനാലിറ്റിക്സ് ആൻഡ് സോ ഓൺ ആൻഡ് സോ ഫോർത്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സംഗതി വളരെയധികം അത്യാവശ്യമുള്ള സംഗതിയാണ്. പിന്നെ ഒരു നല്ല ബിസിനസ് അക്യൂമെന്റ് ഉണ്ടാണ്. എന്ന് പറയുന്ന ഒരു ഇൻട്രപ്രന്യൂർ ആക്ടിവിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ ഇൻട്രപ്രന്യൂറൽ മൈൻഡ് സെറ്റ് എന്ന് പറയും. ഒരു ബിസിനസ് മാനേജർ കേവലം ഒരു ബിസിനസ് HR മാനേജർ ആകാതെ ഒരു ഓൺട്രപ്രണർ ആയിട്ട് തന്നെ വർക്ക് ചെയ്യുക, ഒരു ബിസിനസ് അക്യൂമെന്റ്, നല്ലൊരു കസ്റ്റമർ ഓറിയന്റേഷൻ ഉണ്ടായിരിക്കണം. തുടങ്ങിയിട്ട് എന്താ പറയുക, ഒരു ബിസിനസ്സിന് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള ക്വാളിറ്റിയും ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട HR മാനേജർക്ക് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അതില്ലാത്തടത്തോളം കാലം ഇന്നൊരു HR മാനേജർക്കും വർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പഴയ കാലമല്ല, പഴയ കാലമല്ല ഞാൻ എടുത്തെടുത്ത് പറയുന്ന റീസൺ എന്ന് പറയുന്നത് പണ്ട് കേട്ടറിഞ്ഞ സുഖമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല ഇന്ന് HR മാനേജർ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നല്ല ചലഞ്ചിങ് ആയിട്ടുള്ള ജോലിയാണ്. അല്ല, എല്ലാ ജോലിയും ചലഞ്ചിങ് തന്നെയാണ്. അതുപോലെ തന്നെ ഈക്വലി ചലഞ്ചിങ് ആയിട്ടുള്ളതെന്ന് ഞാൻ തൽക്കാലം പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പണ്ടത്തെ രീതികളെ, പരിമിതമായിട്ടുള്ള അറിവുകൾ എനിക്കുള്ളൂ, അതുകൊണ്ട് വെച്ച് ഞാൻ പറയുന്നത് ഇതാണ് ശരിക്കും HR മാനേജറുടെ ഇന്നത്തെ ഒരു റോൾ എന്ന് പറയുന്നത്.
ഇനി അടുത്തത് നമ്മുടെ അതിന്റെ ലാസ്റ്റ് ഫേസിലോട്ട് കയറിയാണ്. എങ്ങനെയാണ് എനിക്ക് HR മാനേജർ ആകാൻ സാധിക്കുക? വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം പല ഓർഗനൈസേഷന്റെയും ഞങ്ങൾ പരിചയപ്പെട്ടതും ഞങ്ങൾ വർക്ക് ചെയ്തതുമായിട്ടുള്ള പല ഓർഗനൈസേഷന്റെ ഉള്ളിൽ HR മാനേജറായിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ പലപ്പോഴും മറ്റ് പല സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കടന്നു വന്നതാണ്. ഇപ്പൊ എനിക്ക് പരിചയമുള്ളതിനുണ്ട് ഗ്ലോബൽ ഹെഡ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്. ഇവരൊക്കെ വന്നിരിക്കുന്നത് ഇവരുടെ മെക്കാനിക്കൽ ഡിവിഷനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ചില ആൾക്കാർ വരുന്നത് ഇവരുടെ മറ്റേതെങ്കിലും റിസർച്ചിൽ നിന്നായിരിക്കും വരുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ ഇവരെ പ്രൊമോട്ട് ചെയ്ത് HR മാനേജറായിട്ട് കൊണ്ടു നിർത്തുന്നുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ അൾട്ടിമേറ്റ്ലി ഇതിനകത്തൊരു വൺ സിംഗിൾ വേ ഉണ്ടോ എന്ന് വെച്ചാൽ ഐ തിങ്ക് ദർ ഇസ് നോ വൺ സിംഗിൾ വേ ടു ബി എൻ HR മാനേജർ. ജനറലി പൊതുവെ ഞാൻ ഒരു പ്രാക്ടിക്കൽ ആംഗിളിൽ പറഞ്ഞു കഴിഞ്ഞാൽ +2 ഒക്കെ കഴിഞ്ഞിരിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നത് ഏത് ഡിഗ്രി എടുത്താലും. അപ്പോൾ HR മാനേജർ ആവണമെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുക. നമുക്ക് അതിലോട്ട് തന്നെ ആദ്യം വരാം. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന കരിയർ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് ഒരു ഡിഗ്രി ഉണ്ടാവണം. ആ ഡിഗ്രി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പക്ഷേ ബിസിനസ് മാനേജ്മെന്റ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ബിസിനസ് സ്റ്റഡീസ്, മാനേജ്മെന്റ് സ്റ്റഡീസ്, ബാച്ചലർ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് തുടങ്ങിയ കോഴ്സുകളൊക്കെ പഠിച്ചിട്ടാണെങ്കിൽ ഒരു പക്ഷേ ലോവർ ലെവലിൽ ഗ്രാജുവേഷൻ ഡിഗ്രി വെച്ച് തന്നെ HR ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും സ്പേസും ഒക്കെ കിട്ടിയേക്കും. പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ നമ്മുടെ നാട്ടിൽ ഇതുവരെയുള്ള കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് കഴിഞ്ഞാൽ എനി ഡിഗ്രി വിത്ത് എ ഗുഡ് മാർക്ക് ഒബിയസ്ലി ക്യാൻ ജോയിൻ ആൻ MBA ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ MBA ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന സ്പെഷ്യലൈസേഷൻ മിക്കവാറും സെക്കൻഡ് ഇയറിൽ തന്നെ തുടങ്ങുന്ന ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ ഫംഗ്ഷൻ ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് സ്പെഷ്യലൈസേഷൻ സെക്കൻഡ് ഇയറിൽ എടുക്കുകയും അപ്പോൾ MBA വിത്ത് HR എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. അപ്പോൾ MBA വിത്ത് HR എടുത്ത ശേഷം അതിന് HR ഡിപ്പാർട്ട്മെന്റിലോട്ട് അപ്ലൈ ചെയ്യുക. നോർമലി ഇതാണ് ട്രാക്കെങ്കിൽ ഞാൻ ഒരു സ്റ്റെപ്പോടെ ബാക്കിൽ പറഞ്ഞാൽ ഏറ്റവും നല്ല ട്രാക്ക് എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഈ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ IT, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അങ്ങനെ തുടങ്ങിയുള്ള സയൻസ് സബ്ജക്ട്സ് ഒക്കെ എടുത്തിട്ട് ഹ്യൂമൻ റിസോഴ്സിലോട്ട് പോകുന്നതിനോട് അത്ര താല്പര്യം പല കമ്പനികളിലും കാണിക്കാറില്ല. അതിനൊക്കെ പാരി ഒരു പക്ഷേ ഇവർ ചെയ്യേണ്ടത് സോഫ്റ്റ് സയൻസസ് ലൈക്ക് സൈക്കോളജി, സോഷ്യോളജി എടുക്കാം. അതോടൊപ്പം തന്നെ ഹ്യൂമാനിറ്റി സബ്ജക്ട്സ് ആയിട്ടുള്ള ബിസിനസ് മാനേജ്മെന്റ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, കൊമേഴ്സ്, സോഷ്യോളജി, BA in സോഷ്യോളജി, നേരത്തെ പറഞ്ഞ ബിസിനസ് മാനേജ്മെന്റ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ് സ്റ്റഡീസ് ആൻഡ് ഇക്കണോമിക്സ്. സോ യു ക്യാൻ ചൂസ് എനി സച്ച് കൈൻഡ് ഓഫ് ഹ്യൂമാനിറ്റീസ് ഓർ സോഫ്റ്റ് സയൻസസ്. ഇത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഗ്രാജുവേഷൻ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നല്ല ഫേമസ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ കുറേയൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ സാധിക്കും. ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, XLRI എന്ന് പറയും, സേവിയേഴ്സ് ലേബർ റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. XLRI ഉണ്ട് ജംഷഡ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതൊക്കെയാണ് ഇന്ത്യയിലെ ടോപ്പായിട്ട് നിൽക്കുന്ന പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പേരെന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഇന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാ MBA വിങ്ങിലും ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസേഷൻ അവൈലബിൾ ആണ്. കാരണം അത് പഠിപ്പിച്ചെടുക്കാൻ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ ഈസിയാണ്. I mean, theoretical knowledge, but practically it is one of the toughest wing. So, ഇതിന്റെ ഒരു പാക്കേജിലോട്ട് വന്നാൽ പലപ്പോഴും ചോദിക്കാറുണ്ട്, എനിക്ക് ജോലിക്ക് കിട്ടി എത്ര ശമ്പളം കിട്ടും? താരതമ്യേന സെയിൽസിൽ വർക്ക് ചെയ്യുന്ന അത്ര ശമ്പളം കിട്ടില്ല. ഒരുപക്ഷെ അക്കൗണ്ടിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ കുറവായിരിക്കും. പല ഓർഗനൈസേഷൻസ് ഇറ്റ് വേരീസ് ഫ്രം ഓർഗനൈസേഷൻസ് ടു ഓർഗനൈസേഷൻ. ഹൗഎവർ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ തെറ്റില്ലാത്ത നല്ലൊരു കമ്പനിക്കാണെങ്കിൽ ഒരു 12,000 മുതൽ 15,000 ഇവിടെയൊക്കെയാണ് ഏറ്റവും ലോവർ ലെവലിൽ കിട്ടുന്നതെങ്കിൽ, ആൾ സ്മാർട്ട് നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് പഠിച്ചിറങ്ങിയിരിക്കുന്നതെങ്കിൽ അവരുടെ ഉദ്ദേശ രീതികൾക്കൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു അക്യൂമെൻ കാണിക്കുന്നുണ്ടെങ്കിൽ നല്ല സാലറിയിൽ തന്നെ പ്ലേസ്ഡ് ആകാനുള്ള സാധ്യതയുണ്ട്. 50,000 60,000 സ്റ്റാർട്ടിംഗ് സാലറി ഹ്യൂമൻ റിസോഴ്സിൽ നിന്ന് ഇറങ്ങിയിരുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേര് എനിക്ക് പരിചയമുണ്ട്. അത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വർഷമോ 2 വർഷമോ 3 വർഷമോ ഒക്കെ കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ സ്ലോ ഗ്രോത്ത് ആയിരിക്കും ഇവർക്ക് ഉണ്ടാകുക. ഡിപ്പെൻഡ്സ് ഓൺ ദി ഓർഗനൈസേഷൻ. വീണ്ടും ഞാൻ പറഞ്ഞു, വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള പദമാണ് ഞാൻ നേരത്തെ ഉപയോഗിച്ചത്. അപ്പോൾ വളരെ സ്ലോയിലാണ് ഇവരുടെ എല്ലാവരുടെയും ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വന്ന് ഏകദേശം 5 ലക്ഷം 6 ലക്ഷം ഒക്കെ വാങ്ങിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് BMWന്റെ ഹ്യൂമൻ റിസോഴ്സ് ദുഷ്യൻ കുമാർ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെയൊക്കെ സാലറി ഒക്കെ പറഞ്ഞിട്ടപ്പോഴത്തേക്കും ഹ്യൂജ് എമൗണ്ടിലാണ് അദ്ദേഹത്തിന് സാലറി വരുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജർ വേണം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെയൊക്കെ സാലറി എന്നൊക്കെ പറഞ്ഞാൽ എത്താനായിട്ട് എടുത്ത സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 20-25 വർഷത്തോളം എടുക്കും. 25 വർഷത്തോളമൊക്കെ ഹ്യൂമൻ റിസോഴ്സിൽ കൃത്യമായി അതേ ഡൊമൈനിൽ തന്നെ വർക്ക് ചെയ്ത് പോകുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ എക്സ്പീരിയൻസ്, അയാളുടെ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന സംഗതികൾ ഇതൊക്കെ വളരെ 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 വലുതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പീപ്പിൾ ആർ പെയ്ഡ് ഫോർ ദർ ഇൻസ്റ്റിങ്ക്ട്സ് എന്ന് പറയുന്ന പോലെ അവരുടെ വിസ്ഡത്തിനൊക്കെയാണ് അവർ പേ ചെയ്യുന്നത്. അപ്പൊ കാലങ്ങളെടുത്ത് തഴക്കവും പഴക്കവും വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വളരെ റെസ്പെക്റ്റഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൾക്കാർക്ക് ചൂസ് ചെയ്യാം, പഠിക്കാം, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഇനി കൃത്യമായി പറഞ്ഞാൽ ഈ ഡിപ്പാർട്ട്മെന്റിൽ എണ്ണം കുറവായിരിക്കുന്നു. ഇന്ന് പണ്ടത്തെ പോലെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം കമ്പ്യൂട്ടറൈസേഷൻ വന്നതോടുകൂടി തന്നെ ബയോമെട്രിക് ഇൻസ്ട്രുമെന്റ്സിന്റെ ആപ്ലിക്കേഷൻ കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ
പുതിയ ടെക്നോളജികൾ കടന്നു വരുന്നുണ്ട്. ഇതിന്റെയൊക്കെ പരിണിത ഫലമായിട്ട് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെ ഷ്രിങ്കിങ് ആയിട്ടുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരു ഓർഗനൈസേഷനിൽ 7500 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരുടെ HR ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് 4 പേരേ ഉള്ളൂ. കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വളരെ അത്ഭുതം തോന്നി. പക്ഷേ ഈ 4 പേര് കഴിഞ്ഞാലും ഇവർ പറഞ്ഞ 4 പേരേ ഉള്ളൂ, അതിൽ 3 പേരെ മാത്രമേ ഉള്ളൂ. ഒരാളുടെ സീറ്റ് ഇനിയും വേക്കന്റ് ആണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനെല്ലാം അവർ അതിന് വേണ്ടുന്ന രീതിയിലുള്ള കൃത്യമായിട്ടുള്ള ടെക്നോളജികൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഐ തിങ്ക് ദ വൺ തിങ് ദാറ്റ് റെവല്യൂഷണലൈസ്ഡ് ദ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ദ ടെക്നോളജി. അപ്പം എവിടെ നിൽക്കുന്നു, എങ്ങോട്ട് പോകുന്നു, GPS സിസ്റ്റം വഴി അവരുടെ ട്രാക്കിംഗ് കണ്ടുപിടിക്കുന്നുണ്ട്. പിന്നെ ആഫ്റ്റർ ഓൾ ഇപ്പൊ സാലറി അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ഇപ്പം മിക്കവാറും ബാങ്കുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം വേണ്ടുന്ന കൃത്യമായിട്ടുള്ള റെഡി ടു പ്രോസസ് ഡോക്യുമെന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളും മറ്റൊക്കെ കടന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ HR ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന എൻ്റെ എണ്ണം ഇന്ന് കുറവാണ്. ഒരുപക്ഷെ ഇനി ഭാവിയിൽ ഈ പറയുന്ന രീതിയിൽ മറ്റെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ, ബിക്കോസ് വി ആർ ഇൻ ദ വേൾഡ് ഓഫ് VUCA. So thank you very much for listening to me. The half an hour Lifology.com live web series is about to over. ഇത്രയും നേരം എന്നോട് ശ്രമിച്ച എല്ലാവർക്കും നന്ദി. ഇനി നാളെ മറ്റൊരു വിഷയവുമായി, ഒരു ഗംഭീര വിഷയവുമായി നാളെ എല്ലാവർക്കും 8 മണിക്ക് തന്നെ കാണാവുന്നതാണ്. താങ്ക് യു വെരി മച്ച്.